നമ്മുടെ അതുകൊണ്ടാണ് ഈ യോഹന്നാൻ 5:7 ഒരാളില്ലേ, ആ തറവായ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളില്ലേ, അയാളോട് കർത്താവ് 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ് അയാളോട് കർത്താവ് ചോദിക്കണത് എന്താണെന്നറിയാം? അതിൻ്റെ അവലംബങ്ങളെക്കുറിച്ചാണ് ചോദിക്കണത്. നിനക്ക് ആരുണ്ടെന്നാണ് ചോദിക്കണത്. അങ്ങനെ നേരെ ചോദിക്കണില്ല. അതിന് പകരം എന്താ ചെയ്യണത്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കണത്. അപ്പോൾ അയാൾ പറയും, ആഗ്രഹം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം, ആഗ്രഹം കൊണ്ടൊന്നും വർക്ക് ചെയ്യത്തില്ല, ആളില്ലെന്ന് പറയും. അത് അയാളുള്ള കാര്യം ഒന്ന് വായിച്ചത് യോഹന്നാൻ 5:6. യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പൊ എന്താ വിഷയം എന്ന് പറയുന്നത്? ഇയാള് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി എന്താണ്? ഈ 38 വർഷവും ഞാൻ എൻ്റെ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പരിശ്രമം പറയുന്നുണ്ട് അയാളതിൻ്റെ അകത്ത്. ഈ 38 വർഷവും ഞാനിങ്ങനെ വെള്ളമിളകുമ്പോൾ എന്നെ ആരെങ്കിലോടൊക്കെ ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറയും. അവരെങ്ങനെ എന്നെ കുളത്തിലേക്ക് ഇറക്കും. പക്ഷേ ആ കുളത്തിൽ മാലാഖ ഇറക്കി വെള്ളം ഇളകണ സമയത്താണ് സുഖപ്പെടുന്നത്. പലരും സുഖപ്പെടും, പക്ഷേ ഇയാൾ സുഖപ്പെടത്തില്ല. അങ്ങനെ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇയാളെ സഹായിക്കാവുന്നവരൊക്കെ സഹായിച്ച് തീർന്ന്. ഇനി ആരും സഹായിക്കാനില്ല. അവൻ്റെ കാര്യത്തിൽ നോക്കില്ല, അവൻ എണ്ണം കെട്ടവനാണ്, പ്രാക്കപ്പെട്ടവൻ. അവനെ കൊണ്ടുപോയതെന്ന് ബാക്കിയുള്ളവർ കൂടി സുഖപ്പെടുത്തണമെന്ന് ഇയാളെ തള്ളിക്കളഞ്ഞ്. ഇയാളിങ്ങനെ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതയാളെ പറയുന്നുണ്ട്, ഞാൻ 38 കൊല്ലമായിട്ട് പരിശ്രമമാണ്, ഓരോ കര കയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പം നിങ്ങളൊക്കെ പറയത്തില്ലേ, കെട്ടി വന്ന കാലം മുതൽ കര കയറാൻ വേണ്ടി, കുടുംബത്തെ കരകയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് പറയും. അത് തന്നെ അതിൻ്റെ സംഭവം. കെട്ടി വന്ന കാലം മുതൽ ഈ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടിയും കരകയറാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. പക്ഷേ എന്താ പ്രശ്നത്തിൽ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും നമുക്ക് ആങ്ങളയുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടൊക്കെ വിചാരിച്ചാലും ചിലക്ക് ഇവരൊക്കെ പിടിച്ചാൽ നമ്മളെ പൊങ്ങത്തില്ല. അതാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ശ്രമിച്ച് പോയി. പക്ഷേ ഇയാൾക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇയാളുള്ള കാര്യം ഡിക്ലെയർ ചെയ്യുക. ഡിക്ലറേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിങ്ങനെ നാക്ക് കൊണ്ട് പറയണതല്ല. ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ നമ്മൾ പറയണം. ഈ അവസ്ഥ നമ്മൾ പറയുമ്പോഴും നമ്മൾ വേറെ രഹസ്യ അവലംബങ്ങളുണ്ടാകും നമുക്ക്. ഇവിടെയാണ് പ്രാർത്ഥന ബ്ലോക്കാകുന്നത്. നമ്മൾ അവസ്ഥ പറയും, എന്നാലും പറയും സാരമില്ല, 5 സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട്, ഭാഗൂടപ്പടി അപ്പം ചെയ്യുമ്പോൾ കിട്ടും. അനിയത്തിനെ കെട്ടിച്ച് വിട്ടാൽ അപ്പം ഭാഗൂടപ്പടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രഹസ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഡിക്ലെയർ ചെയ്യാം, പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും അവലംബം വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇയാൾക്ക് ഒരു അവലംബം, സീറോ ഡിപ്പെൻഡൻസിയാണ് ഇയാൾക്കുള്ളത്. സീറോ ഡിപ്പെൻഡൻസി വെച്ചാൽ ഇയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല. FD ഇല്ല, പിന്നെ ആരും തരാനില്ല, ആരോടും ചോദിക്കാനും ഇല്ല. ആരോടും എല്ലാവരും ചോദിച്ച് ഇയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച് മടുത്ത ആൾക്കാരെ ആ നാട്ടിലുള്ളൂ. പക്ഷേ ഇയാൾ എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ഡിക്ലെയർ ചെയ്യും. എന്താ പറയണത്? വെള്ളം ഇളകുമ്പോൾ എൻ്റെ ഗതികേടാണ്, വല്ലാത്ത ഗതികേടാണ് എനിക്ക്. എന്താണ്? വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഈ ആരുമില്ല എന്നുള്ള സംഭവം എനിക്ക് തോന്നുന്നത് എന്തുമാത്രം നേരത്തെ അതൊരു അവയർനെസ്സാണത്.
നമ്മൾ ആരും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ പറയും എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള ചിന്തയാണ് നമുക്ക് മനസ്സിലുള്ളത്. പക്ഷെ കാലാന്തരത്തിലെ അനുഭവം കൊണ്ട് മാത്രമേ നമ്മൾ ഈ അവയർനെസ് ഉണ്ടാകത്തുള്ളൂ. എന്താണ്? സത്യം പറഞ്ഞാൽ മനുഷ്യന് ആരുമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്, എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരണം. എന്നുവെച്ചാൽ ഒരു കടുത്തൊരു വിഷയം വന്നാൽ നിങ്ങളുടെ കൂടെ 3-ാം ദിവസം 2-ാം ദിവസമൊക്കെ വീട്ടിൽ ഉറക്കം നിൽക്കാൻ ആശുപത്രി നിൽക്കാൻ ആളുണ്ടാവും, 3-ാം ദിവസം ആളും ഉണ്ടാകത്തില്ല. ഈ നമ്മൾ ആദ്യത്തെ ഒരു സംഭവമാണ് ഈ പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1-ാം ദിവസവും 2-ാം ദിവസവും നിങ്ങളവർക്കും നിങ്ങളുടെ മക്കളുണ്ടാവുന്നു. മക്കളില്ല, മക്കളെ വെച്ചാൽ അവർ ആദ്യമൊക്കെ നിൽക്കും, പിന്നെ അവർ മനസ്സിൽ വിചാരിക്കും തള്ളയിടങ്ങളും ചത്ത നമ്മൾ സമാധാനത്തിൽ ഇത് പഠിക്കാൻ വരുന്നെന്ന്. അങ്ങനെ തമസറയല്ല. ജീവിതത്തിൻ്റെ കറക്റ്റ് ഹൈഡ്ര ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇവരെല്ലാം രഹസ്യമായിട്ട് മനസ്സിൽ വിചാരിക്കും മക്കളാണ് സ്വന്തം. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുത്ത് വളർത്തിയ മക്കളായാലും ശരി, അവരെ നിങ്ങൾ ഇങ്ങനെ അവരെ ജനിച്ച കാലം പോലും നിങ്ങൾ അവിടുത്തെ കഷ്ടപ്പാടെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് എന്തിനാ കാര്യം? നിങ്ങൾ വീണ് പോയാൽ ഒരു താങ്ങം കിട്ടാൻ വേണ്ടി അവർ നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് നിങ്ങൾ പറയേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് പറയേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളിങ്ങനെ തച്ചനിരുന്നാണ്ട് ഊണ് കഴിക്കാൻ നേരത്ത് അരി തിരിയാൻ നേരത്തെ ആദ്യ കാലം കെട്ടി വന്ന കാലം മുതലും നിങ്ങളെ വീട്ടിൽ കയറ്റാഞ്ഞതും നിങ്ങൾ പായം തറയിലും എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി കിടന്ന കാര്യം, ബന്ധുക്കളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളം അടിച്ച് വന്നിട്ട് നാത്തിൻ്റെ വീട്ടിൽ പോയി താമസക്കാർ അവിടെ ഉറക്കം വരുന്ന കാര്യം, ഇങ്ങനെയൊക്കെ കഥകളൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഈ കടമാൻ പോത്തിനുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളൊക്കെ കേട്ടോണ്ടിരിക്കുന്നല്ലാതെ ഒരു കഥയുമില്ല. അപ്പം നിങ്ങൾ ഇവരോട് ഇതൊക്കെ കഥകൾ പറയണതിൻ്റെ കാര്യം, എന്തെങ്കിലും ഇത്രയും ഞാൻ അനുഭവിച്ചു നിന്നെയൊക്കെ പോയിട്ട് വളർത്താൻ വേണ്ടി, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒരു താങ്ങുണ്ടാകണമെന്നാണ്. അപ്പം നീ ഡിപ്പെൻഡ് ചെയ്യണത്. നിങ്ങൾ പറയുകയോ പറയാതിരിക്കുകയോ നിങ്ങൾ എന്ത് ചെയ്യുക, പക്ഷേ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇയാൾ നമ്മളെ രക്ഷപ്പെടുത്തു എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. അത് മനസ്സിൽ പോലും ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ഈ ഡാമേജ് ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നിങ്ങൾ പകുതി ദൈവത്തിലും പകുതി പണത്തിലും FDയിലും പറമ്പിലും പൊന്നിലും വെക്കും, ഇല്ലേ? അതാണ് ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായാലും ഇപ്പം ചില ആൾക്കാരുടെ മലയൊക്കെ പൊട്ടിച്ചു പോകുമ്പോൾ അവർ അയ്യോ ചേച്ചി അങ്ങനെ സംഭവിച്ചു പ്രാർത്ഥിക്കാൻ മാതാവിനോട് പറയാമെന്ന് പറയുമ്പോഴും ഞാൻ ഉള്ളിച്ചിരിക്കും, നല്ല കാര്യം പോയത് പൊട്ടണം. എന്താ കാര്യം വെച്ചാൽ ഈ സാധനം ഇട്ടുകൊണ്ട് ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ അവർക്ക് ഈ ബഹളത്തിൻ്റെ ഇടയിൽ മാരെങ്കിലും ഇട്ടുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ അവർക്ക്? അപ്പോൾ ഇവർ ഈ നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും വേണ്ടി വീട്ടിലിരുന്നാലും വീട്ടുകാരെ അടിച്ചു മാറുന്ന കാരണമാണ് കിടത്തിയിട്ടുണ്ട് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നല്ല സംഭവം. ഇത് നമുക്ക് ദൈവത്തിൻ്റെ ഉറപ്പ്, ദൈവം നമുക്കുള്ളതുപോലുള്ള ഉറപ്പ്, ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ഉറപ്പ് ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ ആസ്തിക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒരു അപകടമാണ് ആധ്യാത്മിക മേഖലയിൽ. അതുകൊണ്ടാണ് ഈ സീറോ ഡിപ്പെൻഡൻസിയിലാണ് ഈ ഔഷധപിതാവിനും മാതാവിനും ദൈവം ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? അവരെ പ്രസവിക്കണ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ഇവർ ഡിപ്പെൻഡ് ചെയ്യരുത്. തൊഴുത്തില്ലെങ്കിൽ തൊഴുത്തിൽ ദൈവത്തിനെ മാത്രം ആശ്രയിക്കണം. അതെ എന്താണ് ഈ ഡിപ്പെൻഡൻസി, ഡാമേജ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്നുവെച്ചാൽ ച്യുതികൾ വന്നിട്ടുള്ള ആശ്രയങ്ങൾ, അവലംബങ്ങൾ. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിനകത്ത് വരുന്ന വിഷയം ദൈവത്തിൻ്റെ നിലപാടിൽ പൂർണ്ണമായ സ്നേഹം മാത്രമേ സ്വീകാര്യമുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ സ്നേഹിക്കും, അതേ അളവിൽ മക്കളെയും പറമ്പും പൊന്നും ഒക്കെ നിങ്ങളെ ആശ്രയം വെക്കുകയാണെങ്കിൽ ഡാമേജ് ഡിപ്പെൻഡൻസി ഉണ്ടാകും. ഇയാളെ 38 കൊല്ലത്തിൽ ഈ 38 കൊല്ലം ഇവിടെ കിടത്തി ഈ കൊല്ലം പറയണ എന്താ കാര്യം? ഇയാൾക്ക് ആരോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ മനുഷ്യന്മാരെ ആശ്രയിച്ച് അനുഗ്രഹം ലാഗ് ചെയ്തെടുത്തതാണ്. എത്രയോ പേര് ഇയാളെ സഹായിക്കാൻ വേണ്ടി ആ വെള്ളത്തിൽ ചുവന്നുകൊണ്ട് ഇറക്കിയതാണെന്നറിയാവോ? ഈ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇയാൾ സുഖപ്പെട്ടില്ല. ദൈവത്തിന് വേണമെങ്കിൽ സുഖപ്പെടുത്താമായിരുന്നു. ഇവൾ ഡിപ്പെൻഡൻസി വന്ന പ്രശ്നമാണിത്. എനിക്ക് നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, പറമ്പുകാരുണ്ട്, വീട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഓരോ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 38 കൊല്ലം എടുത്തത്. അല്ലെങ്കിൽ യേശു വരുന്ന മുമ്പ് തന്നെ ആരെങ്കിലും പിടിച്ച് വെള്ളത്തിൽ മുക്കിവെച്ചെങ്കിൽ ഇയാൾ സുഖപ്പെട്ടതന്നെ. ഇയാൾ സുഖപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തെക്കാൾ പ്രാധാന്യം ഇയാൾ ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്കും, മക്കൾക്കും എല്ലാം കൊടുത്തിട്ട് ഡിപ്പെൻഡൻസി വെച്ച്. ദൈവത്തിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിപ്പെൻഡൻസി സ്വീകാര്യമല്ല. അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇത് നിസ്സാരമല്ല, ശരിക്കും പറഞ്ഞാൽ സീരിയമാണ്. അമ്മ മാതാവിനും യേശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ റോസിൻ ജോസഫ്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്ന് വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നതാണ്. എൻ്റെ വീട് ചാലക്കുടി. ഞാൻ 9/2/2022 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മോൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഞാൻ അവൻ്റെ സാക്ഷ്യം ഓൾറെഡി പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. ഞാൻ 2011 NDG കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ജോബിലുണ്ടായിരുന്ന ചില ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ദുബായിലേക്ക് മാറേണ്ട ഒരു ആവശ്യകത വന്നു. അപ്പം ഞാൻ ആദ്യം അന്വേഷിച്ചത് DHA സ്പെഷ്യലിസ്റ്റ് എക്സാം എങ്ങനെ എഴുതാമെന്നാണ്. അത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമാണ്. കാരണം ഞാനൊരു 14 വർഷം കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമയവും തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എൻ്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ചത്. കാരണം ഞാനൊരു 10 ദിവസം കഷ്ടിയാണ് പുസ്തകം തുറന്നിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരു 3 hours എക്സാമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, കാശ് രൂപ ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. എനിക്കത് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് എൻ്റെ കാശ് രൂപം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പരീക്ഷാ സെൻറ്ററിൽ കയറി. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എക്സാം എഴുതുന്നത്. എനിക്ക് ദുബായിയുടെ ലോസോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ പരീക്ഷ കഴിഞ്ഞു. എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. 1.5 hours കഴിഞ്ഞു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അപ്പം ഞാൻ DHA സ്പെഷ്യലിസ്റ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് ഉടമ്പടിയിൽ എൻ്റെ 2ാമത്തെ പുതുക്കലിന് ഞാൻ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അബ്രോഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിച്ചത് ബാംഗ്ലൂർ ആയിരുന്നെങ്കിലും അബ്രോഡിൽ ഫസ്റ്റ് ടൈമാണ്. ദുബായ് പോലെയുള്ളൊരു സിറ്റി ഞാൻ ആദ്യമായിട്ട് പോകുന്നു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ആരും ഇല്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ എനിക്ക് നല്ലൊരു ക്ലിനിക്കിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ്, എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നത് എനിക്ക് അപ്പാർട്ട്മെൻറ്റ് വേണമായിരുന്നു. കാരണം എനിക്ക് മക്കളെ നോക്കാൻ ചേച്ചീനെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ നിയമപ്രകാരം 2 bedroom അപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലാണ്ട് എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കരാമയിലാണ്. കരാമയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് തന്നെ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ 2 bedroom അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. ആ സമയത്താണ് ഞാൻ വെറുതെ ഒന്ന് ആഡ് നോക്കിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ചീപ്പായിട്ടൊരു 2 bedroom അപ്പാർട്ട്മെൻറ്റ് വിത്തിൻ 1 month ഇതിൻ്റെ ലീസിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടി. പിന്നെ പ്രശ്നം വന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ എനിക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടാൻ വേണ്ടി അപ്പോൾ നൊയമ്പിൻ്റെ സമയമായ കാരണം എമിറേറ്റ്സ് ഐ ഡി പിന്നെയും വൈകി. എമിറേറ്റ്സ് ഐ ഡി വൈകിയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഓണറെ ചെന്ന് കണ്ട് സംസാരിച്ചു. സാധാരണ രീതിയിൽ ഒരു ലേഡി തന്നെ പോകുന്നു,
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അവർ സമ്മതിക്കുമോ, ഒരു മാസത്തിൻ്റെ എനിക്കൊരു ഗ്യാപ്പ് തരുമോ. എനിക്ക് ചെക്ക് ബുക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും റെഡി ആയിട്ടില്ല. പക്ഷേ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. മാതാവ് സഞ്ചാരി മാതാവാന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനു മുമ്പ് അവിടെ കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു, എനിക്കൊന്നും തന്നെ ചെയ്യേണ്ടി വരാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറല്ലേ, കുഴപ്പമില്ല, സ്പെഷ്യലിസ്റ്റ് അല്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടിക്കൊന്നും വേണ്ട, ഡോക്ടർക്ക് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ തരാം, ഒന്നും ചെയ്യണ്ട, പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട, 2 മാസം കഴിഞ്ഞിട്ടാണ് എമിറേറ്റ്സ് ID കിട്ടണമെങ്കിൽ ആ സമയത്ത് ഡോക്ടർ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ വരെ ഒരു അനുഗ്രഹം കിട്ടാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ മക്കളെ കൊണ്ടുവരാൻ എനിക്ക് അതിൻ്റെ സ്പോൺസർഷിപ്പിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പ് കഴിഞ്ഞ് കുട്ടികളുടെ സ്കൂളിംഗ് ആയിരുന്നു അടുത്ത ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും കുട്ടികളുടെ അടുത്ത സ്കൂൾ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ക്ലിനിക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എനിക്ക് അവിടെ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്കൂളിൽ ഇവർക്ക് 2 പേർക്കും അഡ്മിഷൻ കിട്ടി. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഒരു 500 മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത് പിന്നെ മക്കൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഇവർ CBSE സിലബസിലായിരുന്നു മൂത്ത മോൻ പഠിക്കുന്നുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്കൂളിൽ അത് UK സിലബസാണ്. സിലബസ് ചേഞ്ച് ആയപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ടായിരുന്നു. എന്നും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാണ്ട് മക്കളെ ഞാൻ സ്കൂളിൽ വിടാറില്ല. പ്രാർത്ഥിച്ച് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് എപ്പോഴും അവരെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അവൻ എപ്പോഴും നല്ല രീതിയിലാണ് പഠിക്കുന്നത്. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നന്നായിട്ടാണ് അവൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ മോൻ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് ഈ മോൻ. എനിക്കൊരു 38-39 ഇയേഴ്സിൽ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായ സമയത്ത് മാതാവ് തന്ന മോനാണിത്. ഇവന് 4 വയസ്സായി ഞാൻ അവിടെ FS1 അതായത് pre-KGയിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇവിടെ ആകുമ്പോൾ സ്കൂളിൽ പോകാത്ത മകനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മാറി നിന്നുകൊണ്ടായിരിക്കാം അവൻ സ്കൂളിൽ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, എഴുതുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് മൂത്ത ആളോട് പറഞ്ഞു, അവനൊന്നും എഴുതുന്നില്ല, സംസാരിക്കുന്നില്ല, അമ്മയോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK സിലബസിനൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾ ശരിക്കും എഴുതുന്നില്ല, വായിക്കുന്നില്ലെങ്കിൽ അവരെ സ്പെഷ്യൽ ചൈൽഡ് എന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തു പോകും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനത് ബ്രിങ്ങപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്ന മാതാവിൻ്റെ ഉപ്പിട്ട് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും, എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഇവരെ നോക്കുന്ന ചേച്ചി, ഞങ്ങൾ 2 പേരും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ അവനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. നന്നായി സംസാരിക്കും, നന്നായി പഠിക്കും, 2 പേരും നന്നായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ദുബായിലായതുകൊണ്ട് ഞാൻ പിന്നെ വന്നത് ഡിസംബറിലായിരുന്നു. ആ നവംബറിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സ്കാംസ് നടക്കുന്ന സമയമാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ദുബായ് അങ്ങനെ ഒരു കൺട്രി ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സാലറി വന്ന് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാരൻസ് ദുബായിലുണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് ദുബായ് പോലീസിൽ നിന്നാണ് വെരിഫിക്കേഷനാണ്, നിങ്ങളുടെ എമിറേറ്റ്സ് ID ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും സംശയം തോന്നിയില്ല. ഞാൻ എന്തോ ദൈവാനുഗ്രഹം കൊണ്ടോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടോ എൻ്റെ അടുത്ത് OTP ചോദിച്ചു. OTP ചോദിച്ചപ്പോഴാണ് എനിക്ക് എന്തോ പെശകുണ്ട് എന്നുള്ളത് തോന്നിയത്. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി വേണ്ട, ഞാനത് വെരിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് വേറൊരു മൊബൈലിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ബാങ്കറെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ OTP ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് മെസ്സേജസ് വന്നു കഴിഞ്ഞു, പൈസ മുഴുവൻ വിഡ്രോൺ ആയി എൻ്റെ ബാങ്കിൽ നിന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയണുണ്ടായിരുന്നില്ല. കാരണം ദുബായിൽ എനിക്ക് എവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് അപ്പം എൻ്റെ ബാങ്കർ പറഞ്ഞു, സാധാരണ രീതിയിൽ പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ തീരെ സാധ്യതയില്ല, അത് പോയതായിട്ട് തന്നെ ഡോക്ടർ കണക്കാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നാലും പറഞ്ഞു വേണ്ട, നമുക്കൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ പോയി. അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു 10 ദിർഹത്തിൻ്റെ അങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാശ് രൂപ മുറുകെ പിടിച്ചിട്ടാണ്, കരഞ്ഞ് കാശ് രൂപം പിടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ യു ആർ റിയലി ലക്കി, ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സൈബർ ക്രൈം നടന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ ചാൻസ് ദറ്റ് യു ക്യാൻ ഗെറ്റ് ദ മണി ബാക്ക്.
ഒരു രൂപ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു രൂപ എന്ന് പറഞ്ഞ് എനിക്കത് വിശ്വസിക്കാവുന്നതിലപ്പുറമായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരു ലേഡി ദുബായിൽ ഒറ്റയ്ക്ക് ഈ വക കാര്യങ്ങൾ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ തന്നെ പലർക്കും ഈ സംഭവം അറിയില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിപ്പം നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ദുബായിൽ ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നത്തെ എൻ്റെ സാക്ഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോന് മൂക്കിൽ ദശ വളരുണ്ടോയെന്നൊരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സർജറി വേണ്ടി വരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. അഡിനോയിഡ്സ് എന്ന് പറയുന്നത് മൂക്കിലൊരു ദശ വളരുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ പ്രാവശ്യം വെക്കേഷന് വന്ന് അവൻ്റെ ഇവാലുവേറ്റ് ചെയ്തു. കുഴപ്പമില്ല, ഒരു മൂക്കിലെ പാലത്തിന് തെന്നൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ എന്നും സ്ഥിരമായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മൂക്കിൽ അലർജി ഉണ്ട്, എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് തീർന്നു. ഇത് ഈ മകനും അതെ, കഴുത്തിൽ 2-3 കഴലകൾ വന്നായിരുന്നു. അപ്പോൾ ആസ് എ ഡോക്ടർ ആകുമ്പോൾ എല്ലാം സംശയങ്ങളാണ്. അതാവോ ഇതാവോ എന്നുള്ള സംശയങ്ങളാണ്. വീട്ടിലെല്ലാവരും ഡോക്ടേഴ്സാണ്. അപ്പോൾ കൂടുതൽ സംശയമായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ചേച്ചി ഞാനും സ്ഥിരമായിട്ട് എണ്ണയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി. അത് മാതാവ് തന്ന്, ഞങ്ങളപ്പോൾ എപ്പോഴും പറയും മാതാവ് തന്ന എൻ്റെ ഗിഫ്റ്റാണ് ഈ മോൻ. അപ്പോൾ അവൻ്റെ മാതാവ് കാത്തോളുന്ന് ഞങ്ങൾക്ക് ഉറച്ചായ വിശ്വാസമുണ്ട്. ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, എല്ലാം നോർമലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ സംശയിക്കുന്ന രീതിയിൽ ഒന്നുമില്ല, അതൊരു ഡാൻഡ്രഫ്, അതായത് താരൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം മാത്രമാണ്, അതിന് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേറെയും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാക്ഷ്യം പറയാൻ വേണ്ടി എൻ്റെ അപ്പനെയും അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അടുത്ത സാക്ഷ്യം പറയുന്നതായിരിക്കും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിതൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ട്. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് മാതാവിൻ്റെ അനുഭവങ്ങൾ ഉള്ളതാണ്. എൻ്റെ ക്ലിനിക്കിലെ OPയിൽ മാതാവിൻ്റെ രൂപമുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് നോക്കൂ, ലൈറ്റ് എ കാൻഡിൽ പ്രെയർ ഇട്ട് നോക്കൂന്ന്. ഞാനിപ്പോൾ വരണേന് മുമ്പ് എൻ്റെ 2 പേഷ്യൻസ് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, മാഡം ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, മാഡം പ്രാർത്ഥിക്കണം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇടാൻ പറഞ്ഞ 2 പേഷ്യൻസ് ആയിരുന്നു അവർ. എനിക്ക് അതിൽ പരം സന്തോഷമൊന്നുമില്ല. കാരണം ഞാൻ ഒട്ടും വിചാരിക്കാതെ അവരും നമ്മളിലേക്ക്, കാരണം ഞങ്ങൾക്ക് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്താണ് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും സഹായിക്കാറുണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതുവരെയുള്ളതിൽ എനിക്ക് എപ്പോഴും മാതാവ് എപ്പോഴും കാവലായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും മക്കളും മാത്രമേ ഉള്ളൂവെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് മുന്നിട്ട് നിൽക്കും. എനിക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ വരും, പക്ഷെ അത് എങ്ങനെയൊക്കെ മാറിപ്പോണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജെലിൻ ജോസഫ്, ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരിയിലാണ്. ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് ആദ്യം കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞങ്ങളപ്പം ജർമ്മൻ B2 പഠിക്കുന്ന സമയമായിരുന്നു. ജർമ്മൻ പഠിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. A1 തൊട്ട് B2 വരെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞങ്ങൾ ജർമ്മൻ B2 പഠിക്കുന്ന ടൈമായിരുന്നു. എനിക്ക് ഉടൻ തന്നെ B2ന് എക്സാമിന് സ്ലോട്ട് കിട്ടാനും എക്സാം പാസ്സാകാനും വേണ്ടിയായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു. പിന്നെ തൈലം എന്നും നെറ്റി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് മാർച്ച് 18 എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ. ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നെറ്റിയിൽ തൈലം പൂശി എക്സാം ഹാളിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുന്നേ എൻ്റെ നാവിൽ കുരിശ് വരച്ചാണ് ഞാൻ സ്പീക്കിങ്ങിന് കയറിയത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. 1 മാസത്തിന് കഴിഞ്ഞാണ് റിസൾട്ട് വരെ. കൊച്ചിയിൽ എഴുതി കഴിയുമ്പം റിസൾട്ട് വന്നു. എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി, ഒരെണ്ണം കൂടി കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ മറ്റേ മൊഡ്യൂൾ എഴുതാൻ കുറേ ട്രൈ ചെയ്തു. ഒത്തിരി സ്ലോട്ട് നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ ജൂലൈ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് ഒക്ടോബറിലേക്ക് ബാംഗ്ലൂരിൽ എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടി. പക്ഷേ ബാംഗ്ലൂർ എക്സാം എഴുതാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബാംഗ്ലൂർ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഭയങ്കര പാടാണ്. അവിടെ എക്സാം എഴുതിയാൽ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എക്സാം എഴുതി. എനിക്ക്
എക്സാം ഹാളിൽ മുമ്പ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നെ എഴുതിയ പേപ്പറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എക്സാം പേപ്പർ കൊടുത്തു. എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു. പക്ഷേ 7 ദിവസത്തിലുള്ള റിസൾട്ട് വന്നു. ബാംഗ്ലൂർ എനിക്ക് എക്സാം റിസൾട്ട് പാസ്സായി. അങ്ങനെ 4 മൊഡ്യൂളും എനിക്ക് കിട്ടി. ഞാൻ പ്രോസസ്സിങ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഒരു ഏജൻസിയിൽ മാർച്ച് ഇൻടേക്കിലേക്ക് പ്രോസസ്സിങ്ങിന് കൊടുത്തു. അപ്പം അവിടെ അതിനു മുന്നേ ഞാൻ 2-3 ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് പേടിയാണ്. എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കുറവും, പിന്നെ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുമോ, ഞാൻ എന്ത് പറയും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാർച്ചിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടി. മാർച്ചിലേക്ക് എല്ലാം പോകാൻ പൈസയെല്ലാം കൊടുത്ത് ശരിയായി കഴിഞ്ഞപ്പം അവിടുന്ന് ഏജൻസിയിൽ നിന്ന് പറഞ്ഞു, ഇങ്ങനെ അവിടെ ഹൗസ് ബിൽഡിങ്ങിന് ഇത്ര സ്റ്റൈഫൻഡേ ഉള്ളൂ, ആ സ്റ്റൈഫൻഡ് വെച്ച് പോകാമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ആ സ്റ്റൈഫൻഡ് വെച്ച് പോകാൻ പാടാണ്, നമുക്ക് വിസയ്ക്ക് റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇൻ്റർവ്യൂ കിട്ടി, എല്ലാം പൈസയെല്ലാം കൊടുത്ത് സെറ്റായിരുന്നപ്പം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ തടസ്സങ്ങൾ മാറാൻ ഞാൻ എല്ലാ ദിവസവും 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ നിന്റെ ദൈവമായ കർത്താവ് വിജയം വരിക്കുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട്, സെഫാനിയ 3:17. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം എനിക്ക് കൂടുതലും ശക്തി ലഭിക്കുമായിരുന്നു. എനിക്ക് കൂടുതലും കോൺഫിഡൻസ്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം എനിക്ക് കൂടുതലും കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഏജൻറ്റ് എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ജെലിൻ ഇങ്ങനെ ഒരു കലൂർ ഒരു ഏജൻസി ഉണ്ട്, അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കറിയില്ല, ഞാനിങ്ങനെ ഒരു ഏജൻസി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അടുത്തൊരു ഏജൻസി പൈസ കൊടുക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവാണ് എനിക്ക് ഈ ഏജൻസി കാണിച്ചു തരുന്നതെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ പോയി, ഞാനും അമ്മയും കൂടി പോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചു. പിറ്റേന്ന് എനിക്ക് അവർ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നു. സാധാ എല്ലാ ഇൻ്റർവ്യൂവിനും ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പഠിച്ചത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ പുസ്തകവും പ്രാർത്ഥന പുസ്തകം അടുത്ത് വെച്ചു. ഉപ്പ് അവിടെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. തൈലം നെറ്റി പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഇരുന്നു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ എല്ലാ ആൻസറും പറഞ്ഞു. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഇൻ്റർവ്യൂ കുറച്ച് കഴിഞ്ഞപ്പം മെസ്സേജ് വന്നു, ഇൻ്റർവ്യൂ പാസ്സായെന്നും പറഞ്ഞ്. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. 2 ദിവസത്തിനുള്ളിൽ കോൺട്രാക്റ്റ് വന്നു. എല്ലാം സ്മൂത്തായിരുന്നു. പിന്നെ വിസയ്ക്ക് വെക്കാൻ നേരത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജെലിന് വിസയ്ക്ക് ഓൾറെഡി നേരത്തെ ഞാനൊരു ഏജൻറ്റ് ത്രൂ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയിട്ടില്ല. അത് ക്യാൻസൽ ആയാലും മാത്രമേ പുതിയ വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ എന്നോട് പറഞ്ഞു, വിസയ്ക്ക് വെക്കാൻ പറ്റില്ല, ടൈം കഴിഞ്ഞ് പോയി, ഈ വിസ ക്യാൻസൽ ആയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനപ്പം നേരത്തെ ഏജൻറ്റിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ VFSൽ ഒത്തിരി മെയിൽ അയച്ചു, റിപ്ലൈ ഒന്നും തന്നില്ല. എനിക്ക് ആകെ വിഷമമായി. എല്ലാം സെറ്റായി, ഇൻ്റർവ്യൂ വന്നു, കോൺട്രാക്റ്റ് വന്നു, എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ വിസയ്ക്ക് മാത്രം ഒരു പ്രോബ്ലം. അപ്പം ഞാൻ ഒരു ദിവസം ഈവനിങ്ങിന് ലൈറ്റിൽ ക്യാൻ റിക്വസ്റ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല, വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചു. ഏപ്രിൽ 8-ാം തീയതി ഞാൻ VFSൽ പോയി. VFSൽ പോകുന്നതിന് മുന്നേ എൻ്റെ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ VFSൽ അപ്പോയിൻമെൻറ്റ് ചെന്നു. കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഇൻ്റർവ്യൂ ആണെങ്കിലും VFSൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈസ്റ്ററിന് മുന്നേ എനിക്ക് വിസ കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈസ്റ്ററിന് മുന്നേ എൻ്റെ കയ്യിൽ വിസ ലഭിച്ചു. ഈ മാസം 29-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനയോട് നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര ഇതായിരുന്നു, ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പത്രം വാങ്ങിച്ച് വീടുകളിലും ഞാൻ പോകുന്ന ബസ്സുകളിലും ഒക്കെ ചോദിച്ച് അവരോട് ചോദിക്കും, പത്രം വായിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഞാൻ പത്രം വാങ്ങിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഓർഫനേജിലാണേലും ഞാനും ചേച്ചിയും ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് സഹായം ചോദിച്ച് വരുന്ന എല്ലാവർക്കും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്.
പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് കൂടുതലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഞാൻ വീട്ടിലിങ്ങനെ അമ്മ എന്തെങ്കിലും പറയുവാണെങ്കിലും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഒത്തിരി അധികം അതിന് മാറ്റമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ആലോചിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ദേഷ്യപ്പെടാറില്ല. എല്ലാം എനിക്കതിന് നല്ല മാറ്റം, സ്വഭാവത്തിന് അത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും 1/2 മണിക്കൂർ. പിന്നെ കൂടുതലും എനിക്ക് എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ചെല്ലാറുണ്ട് രാത്രി കുടുംബത്തോടൊപ്പം. അല്ലാതെ ഇപ്പം ഞാൻ പേഴ്സണലായിട്ടും ഇപ്പം ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ചെല്ലിയില്ല എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. രണ്ടാമത്തെ നിയോഗം എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ വെച്ചത്. ചേച്ചി പറയും ചേച്ചിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജൂലി. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 നവംബറിലാണ്. ഞാൻ നഴ്സിംഗ് പഠിക്കുമായിരുന്നു. ആദ്യ വർഷമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു കോഴ്സ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കുന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കോളേജിലും എനിക്ക് അഡ്ജസ്റ്റ് ആയില്ല. അങ്ങനെ എനിക്ക് കോളേജിൽ പോകുന്നതും പഠിക്കുന്നതിലും ഒക്കെ ഭയങ്കര ഭയമായിരുന്നു. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്നൊക്കെ വരെ ചിന്തിച്ചതാണ്. പിന്നീട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാ ദിവസവും കോളേജിൽ പോകുന്നതിന് മുമ്പ് തൈലം പുരട്ടിയാണ് ഞാൻ പോകുന്നത്. പിന്നീട് എനിക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റും മാറി, എൻ്റെ ഭയം എല്ലാം കുറഞ്ഞു. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഞാൻ നിയോഗം വെച്ചത് എനിക്ക് എങ്ങനെയും നഴ്സിംഗ് പൂർത്തീകരിച്ച് എല്ലാ വിഷയവും പാസ്സാവണമെന്നായിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. തൈലം നെറ്റിയിലും കയ്യിലും പുരട്ടിയിരുന്നു. എക്സാം ഹോളിൽ എനിക്ക് ഉപ്പ് കയറ്റാൻ പറ്റില്ലായിരുന്നു. ഞാൻ പേനയുടെ ക്യാപ്പിൻ്റെ അകത്ത് ഉപ്പ് വെച്ച് പരീക്ഷയ്ക്ക് എഴുതി. അമ്മ മാതാവിൻ്റെ കൃപാവരത്താൽ എനിക്ക് എല്ലാ വിഷയവും പാസ്സാകാൻ സാധിച്ചു. പിന്നെ ഞാൻ ആധ്യാത്മികമായി ഒത്തിരി വളർന്നു. ബൈബിൾ വായിക്കുമായിരുന്നു, പക്ഷേ ഒത്തിരി ഒന്നും വായിക്കത്തില്ലായിരുന്നു. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ 1/2 മണിക്കൂർ വായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം വായിക്കാൻ പറ്റിയില്ലേ, അതും കൂടി കൂട്ടി പിറ്റേ ദിവസം ഞാൻ വായിക്കുമായിരുന്നു. 2 ആഴ്ച കൂടി കുമ്പസാരിക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. പിന്നെ ഒരു ഓർഫനേജിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രം കൊടുക്കുന്നതിൽ ഞാൻ മടിച്ചിരുന്നു. പിന്നീട് ഞാൻ പുതുക്കിയതിന് ശേഷം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് എന്നെക്കൊണ്ടാകാവുന്ന വിധം ബസ്സുകളിലും അതുപോലെ തന്നെ വീടുകളിലും ആശുപത്രിയിലും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്.